നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനകീയ വിഷയങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ UDF ചർച്ച ചെയ്തതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിലമ്പൂരിലെ പരാജയത്തിൽ നിന്നും CPM-ഉം സർക്കാരും പാഠം പഠിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ്. തലശ്ശേരി സെറ്റിനറി പാർക്ക് ഓണത്തിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. പ്രവൃത്തി നടക്കുന്നത് 2.2 കോടി രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. UDF ഉയർത്തിയ പ്രതിഷേധ സ്വരം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ടീം വർക്കിന്റെ വിജയമാണിത്. ഇത് കണ്ടിട്ടെങ്കിലും CPM-ഉം സർക്കാരും പാഠം പഠിക്കണം. അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പാഠം പഠിക്കണം. ജനവിധി കണ്ട് പാഠം പഠിക്കാൻ CPM നേതൃത്വവും കേരള ഗവൺമെന്റും മനസ്സിലാക്കണം. ഗവൺമെന്റിന്റെ പണക്കൊഴുപ്പിലാണ്. മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് അടിച്ചുകൊണ്ടാണ് മന്ത്രിമാരെല്ലാവരും വീടുവീടാന്തരം കയറി ഇറങ്ങി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പോലെ ഉണ്ടായിരുന്നു. അധികാര ദുർവിനിയോഗം, പണാധിപത്യം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ LDF പ്രകടിപ്പിച്ചു എങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജനവിധി മാനിക്കാൻ LDF ഇനിയെങ്കിലും തയ്യാറാകണം. ഒരു വിധി എഴുത്താണ്. ഈ അൻവർ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. അത് UDF-ന്റെ വോട്ട് പോയിട്ടുണ്ടോ? അതിലേക്ക് അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത്. അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എനിക്കത് മനസ്സിലായില്ല. ഞാനത് കേവലം ഇൻഡിവിജ്വൽ ആയിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല. ഞാൻ സർക്കാരിനെയാണ് അതിന്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയൻ, അത്രയും. ആരൊക്കെ കൂടുന്നു UDF-ന്റെ കൂടെ, ആരൊക്കെ കൂടുന്നു, അതെല്ലാം ചരിത്ര ഭൂരിപക്ഷം തന്നെയല്ലേ നിലമ്പൂരിൽ. ഇത് 15,000-ഓളം. അതൊക്കെ ആ സമയത്ത് ആലോചിക്കും. വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ജനാധിപത്യ മുന്നണിക്ക് നൽകിയ പിന്തുണ, അത് സംരക്ഷിക്കാൻ, അത് പരിപാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കൂടുതൽ വിനയത്തോടെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ UDF കമ്മിറ്റഡ് ആണ്. അവിടുത്തെ ജനപ്രതിനിധിയും അതിന് തയ്യാറാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വിജയത്തിൽ മുന്നണി പോരാളികളായ പ്രവർത്തകർക്കും നല്ലവരായ വോട്ടർമാർക്കും KPCC-യുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനകീയ വിഷയങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ UDF ചർച്ച ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ അൻവർ നേടിയതും ഭരണവിരുദ്ധ വോട്ടുകളാണ്. അൻവറിന്റെ UDF പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ്. ഐക്യ ജനാധിപത്യ UDF-ന്റെ രാഷ്ട്രീയ വിജയമാണ്. ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട്. നിലമ്പൂർ മാത്രം കേരളത്തിൽ ഒന്നടക്കമുണ്ട്. അപ്പോൾ UDF പറഞ്ഞത് തന്നെയാണ്, വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് UDF അവിടെ പറഞ്ഞത്. ജനങ്ങളത് അംഗീകരിച്ചു. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടുത്തെ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ, ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. UDF അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ്. അതിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനായാലും മറ്റ് ഇടതുപക്ഷ മുന്നണിക്കെതിരെ മത്സരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ടാണ്. അൻവർ പിടിച്ച വോട്ടിന്റെ എണ്ണം അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്രയധികം വോട്ട് അൻവറിലേക്ക് പോയത് എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ്. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പോൾ ഞങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വിശകലനം പിന്നീട് നടത്തും. ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശകലനം നടത്തും, അതുപോലെ തന്നെ UDF വിശകലനം നടത്തും. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇല്ല, ഞങ്ങൾ ഇപ്പം നല്ല ഭൂരിപക്ഷമാണല്ലോ. അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലമായിരുന്നല്ലോ കുറച്ചു കാലമായിട്ട്. ആയിരം മുഹമ്മദ് സാഹിബിന്റെ ശേഷം ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിരുന്നു.
അതാണ് ഇപ്പോൾ നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അൻവറിന്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ ആ വോട്ട് കൂടി ഇങ്ങോട്ട് പോരുമെന്ന് കഴിയുന്നില്ല. അത് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് UDF അവകാശപ്പെട്ട വോട്ടുകളാണ്. അതാണ് ഞങ്ങൾ തുറന്നിട്ടുണ്ടോ അല്ല അടച്ചു തന്നെയാണോ ലീഗിന്റെ താല്പര്യം എന്താണ് കാര്യത്തിൽ? അത് UDF തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാം, അൻവറിന് UDF എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമല്ലല്ലോ. UDF വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു മുന്നണി സംവിധാനമാണ്. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനുകൾ ധാരാളം ഉണ്ടല്ലോ, അവരുടെ കയറിക്കും. തലശ്ശേരി സെന്റിനറി പാർക്ക് ഓണത്തിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാർക്കിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 2.2 കോടി രൂപ ചെലവഴിച്ച് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്കാണ് പാർക്ക് നവീകരിക്കുന്നത്. 2.2 കോടി രൂപ ചെലവിൽ തലശ്ശേരി സഹകരണ റൂറൽ ബാങ്കാണ് പാർക്ക് നവീകരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നഗരസഭ 10 വർഷത്തേക്ക് പാർക്ക് ബാങ്കിന് നടത്തിപ്പിന് കൈമാറിയിരുന്നു. സ്കേറ്റിംഗ് യാർഡ്, ഓപ്പൺ ജിം, ജിമ്മിന് ചുറ്റും നടക്കാനുള്ള സൗകര്യം, കുട്ടികൾക്കുള്ള പാർക്ക്, സാംസ്കാരിക പരിപാടികൾ നടത്താനുള്ള സൗകര്യം, ഫുഡ് കോർട്ട് എന്നിവയാണ് പാർക്കിൽ ഒരുക്കുന്നത്. നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി, വൈസ് ചെയർമാൻ MV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, റൂറൽ ബാങ്ക് മാനേജർ സന്തോഷ് എന്നിവർ പാർക്കിന്റെ നവീകരണ പ്രവർത്തികൾ വിലയിരുത്തി. ഒരു സമീപകാലത്തെ വലിയൊരു മാറ്റമായിരിക്കും ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നടപ്പാക്കപ്പെടുക. അതിനൊത്ത നിലയിലുള്ള വൃക്ഷങ്ങളും പരിസ്ഥിതിയും ഈ പാർക്കിന് ഇതിന് മുമ്പേ തന്നെയുണ്ട്. അത് നവീകരിക്കുന്നതോടുകൂടി എല്ലാ നിലയിലും ജനങ്ങൾക്ക് ഉല്ലസിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു കേന്ദ്രമായി ഇത് മാറും. തലശ്ശേരി നഗരസഭയും അതേപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കും ഒരു നല്ല വിശ്രമ കേന്ദ്രമായി ഇത് മാറുമെന്ന്. മൊകേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിതഭവനം സൗരോർജ്ജ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. മൊകേരി ഗ്രാമപഞ്ചായത്തിനെ ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമം ആക്കി മാറ്റുന്നതിനും അന്തരീക്ഷ മലിനീകരണവും സാമ്പത്തിക നഷ്ടവും തടയുന്നതിനും മൊകേരി ഗ്രാമപഞ്ചായത്തിലെ വൈദ്യുതി അധികം ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൊകേരി പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. KP മോഹനൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നല്ല സംവിധാനം അത് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് പല വീടുകളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ള പറഞ്ഞു കൊടുക്കാൻ ഈ ആലോചിക്കുന്നത് അതിന്റെ പറഞ്ഞാൽ നമുക്ക് സാധിക്കും. അപ്പോൾ അവരൊക്കെ പോയി നോക്കിയാൽ നല്ല സംവിധാനവും യാതൊരു വിഷമവുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന് ഇന്നും ഏറ്റവും കൂടുതൽ വലിയ ബില്ലാണ് ഇപ്പോൾ വരുന്നത്. അതിനൊക്കെ തന്നെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നടക്കുന്നില്ല. അതിന്റെ നിബന്ധനകളും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നടക്കുന്നില്ല. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ് പദ്ധതി വിശദീകരണം നടത്തി. അനേഡ് ജില്ലാ എഞ്ചിനീയർ മുഹമ്മദ് റാഷിദ് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ സാങ്കേതിക വശത്തെ സംബന്ധിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും വിശദീകരണം നൽകി. ഒരു പ്രദേശത്തെ എങ്ങനെ കാർബൺ ന്യൂട്രൽ ഏരിയയാക്കി മാറ്റാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ച് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ ക്ലാസ് എടുത്തു. കത്തിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം അതൊക്കെ നല്ല കാർബൺ തരുന്ന സാധനമാണ്. തെങ്ങിന് ഇട്ട് കൊടുത്താൽ മതി, പന്നിന് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഇഷ്ടംപോലെ തേങ്ങയും അടക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പോയി അത് കത്തിച്ചാൽ അന്തരീക്ഷത്തിലേക്ക് പോയി. കത്തിക്കുന്ന സാധനം കാർബണാണ്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായി അത് മുകളിൽ പോയി അവിടെ തങ്ങി നിൽക്കും. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മീഥേന്റെയും അതുപോലെ അളവ് കൂടി വരുമ്പോൾ സൂര്യപ്രകാശം താഴേക്ക് വരുമ്പോൾ ആ സൂര്യപ്രകാശത്തിലുള്ള ചൂട് മുഴുവൻ ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനെല്ലാം വലിച്ച് അവിടെ തറഞ്ഞു നിർത്തും. അവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്ന കുറച്ചും അന്തരീക്ഷത്തിൽ ഇതെല്ലാം നിറഞ്ഞു കൂടി വരുമ്പോൾ ചൂട് കൂടാൻ തുടങ്ങി. അതുകൊണ്ടാണ് മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും ചൂട് കൂടുന്നത്. നീരാവി ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട് ഒരു ചൂട് കൂടുന്നതിന് കാരണം അന്തരീക്ഷത്തിൽ അളവ് കൂടുകയാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കണ്ടമാനം കൂടുകയാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഞങ്ങൾ കുറച്ച് പേര് മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല. ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും പാട്യം KCB സബ് എഞ്ചിനീയർ PP വിജിത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് മൊകേരി മാനേജർ ശ്രീജിത്ത് AB വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജിത് സ്വാഗതവും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന ദേവരാജൻ നന്ദിയും പറഞ്ഞു.
മയ്യഴി വിമോചന സമര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കോളോത്ത് മാധവൻ മാസ്റ്ററുടെ 14ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. മാഹി IK കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മാഹി IK കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കീഴന്തൂർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് I അരവിന്ദൻ അധ്യക്ഷനായി. ചാലക്കര പുരുഷു PP വിനോദൻ, M ശ്രീജയൻ, AK സുരേശൻ മാസ്റ്റർ, TM സുധാകരൻ, MA കൃഷ്ണൻ, അലി അക്ബർ ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രന്ഥകാരനും കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറി വൈസ് പ്രസിഡന്റുമായിരുന്ന VK ഭാസ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു. ചൊക്ലി മൊയ്യാരം മന്ദിരം മാമൻ വാസു സ്മാരക ഹാളിലാണ് പരിപാടി നടന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രന്ഥകാരനും കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറി വൈസ് പ്രസിഡന്റുമായിരുന്ന VK ഭാസ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു. ചിത്രകാരൻ പൊന്നം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രന്റെ ഒരു നോവലുണ്ട്, ഹരിത വിദ്യാലയം എന്നതാണ് അതിന്റെ പേര്. ചെറിയ നോവലാണ്. ഹരിത വിദ്യാലയം എന്ന നോവലില് പ്രൈമറി സ്കൂളിന്റെ അന്തരീക്ഷത്തിലാണ്, LP സ്കൂളിൽ അന്തരീക്ഷത്തിലാണ് നോവൽ വികസിക്കുന്നത്. ആ നോവലിൽ പറയുന്നു, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉപ്പുമാവ് നെയ്യുണ്ടല്ലോ, റവ, അതിനോട് താല്പര്യം കാണിക്കാതെ കുട്ടികൾ വീട്ടിലേക്ക് ഓടിപ്പോയി കഞ്ഞി കുടിക്കാൻ തയ്യാറാകുമ്പോൾ ഇത് കഴിക്കണമെന്ന് നിർബന്ധിക്കാൻ മാഷ് പ്രയോഗിച്ച സൂത്രം ഈ ടിന്ന് കാണിച്ചിട്ട് പറയും, ഈ നെയ്ത്തിന് കൊണ്ടുവന്നത് അമേരിക്കനാണ്, വെള്ളക്കാരുടെ നാട്ടിൽ നിന്നാണ്. എടാ, നിനക്കും വെള്ളക്കാരനെ പോലെ ആകണ്ടേ, അവരെ പോലെ വെളുക്കണ്ടേ എന്നാണ്. അപ്പൊ കുട്ടിക്ക് തോന്നും, ഇത് കഴിച്ചാൽ ഞാനും വെള്ളക്കാരനെ പോലെ ആകും. ആ പക്ഷേ എനിക്കും വെളുക്കണം. അങ്ങനെ അവൻ സ്കൂളിലെ ഉപ്മാവിന്റെ റവയുടെ സ്ഥിരക്കാരനാണ്. TTK ശശി അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പൗത്രൻ മൊകേരി, ചാലക്കര പുരുഷു CB രാജൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ AP ശ്രീധരൻ സ്വാഗതവും സിറോഷ് ലാൽ ദാമോദരൻ നന്ദിയും പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി ലഹരിവിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ചിത്രരചന, കഥ, കവിതാരചന, പ്രശ്നോത്തരി മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. തലശ്ശേരി മുനിസിപ്പാലിറ്റി, തലശ്ശേരി പ്രസ് ഫോറം, ഫ്ലാഷ് ബാക്ക് കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും തുടച്ചു നീക്കണം. അതിലും ഒരു ദിവസം ഒന്നും പോരാ, നിങ്ങൾ ഒരാഴ്ചയെങ്കിലും വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് ഇതിനെ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തണം, ഇതൊരു വിപത്താണ് എന്നത്. അതിന്റെ ഭാഗമാണ് ഈ വാരാചരണം. അപ്പൊ ഇവിടെ മലബാർ ക്യാൻസർ സെന്റർ കൺസോർഷ്യം, അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകളും എക്സൈസ് ഓഫീസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് തലശ്ശേരിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനം കൂടിയാണ് കുരുന്ന പ്രതിഭകൾക്ക് അവരുടെ അവസരം നൽകിക്കൊണ്ട് അവരിലൂടെ ലഹരിക്കെതിരെ, പുകയിലക്കെതിരെ സന്ദേശം ആവിർഭവിപ്പിക്കുക എന്നത്. KCCC പ്രസിഡന്റ് മേജർ ഗോവിന്ദൻ അധ്യക്ഷനായി. KM ചന്ദ്രൻ, PK സുരേഷ് കുമാർ, നാരായണൻ പുതുക്കുടി, എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, നിസാർ പടിപ്പുരക്കൽ, അഡ്വക്കേറ്റ് ഷീല, അബ്ദുറഹ്മാൻ കോലത്തായി, അസ്ലം മെഡിനോവ, ഷീല സുരേഷ്, BT കുഞ്ഞു, സേതുമാധവൻ OG, ഹസ്ന ബിജു, അനിത സന്തോഷ്, സുമയ്യ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പ്രശ്നോത്തരി മത്സരങ്ങൾ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ബാബു എന്നിവർ നയിച്ചു. മത്സര വിജയികൾക്ക് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മാസാചരണ സമാപന ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകും. എക്സൈസ് റിട്ടയർഡ് ഇൻസ്പെക്ടർ കരുണാകരൻ പേരാമ്പ്ര അവതരിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഏകാംഗ നാടകവും അന്നേ ദിവസം അരങ്ങേറും. കർഷക സംഘം പെരിങ്ങളം വില്ലേജ് സമ്മേളനം മുക്കിൽ പീടിക K കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MTK ബാബു ഉദ്ഘാടനം ചെയ്തു.
കർഷക സംഘം പെരിങ്ങളം വില്ലേജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MTK ബാബു നിർവഹിച്ചു. രാത്രി എവിടെയാ കിടക്കണ്ടേ? ഈ കോരന്റെ മാനകൂടിയാണോ, കോരന്റെ കുടിലാണോ? അല്ല, ഈ പറയുന്ന ജന്മിയുടെ തറവാട്ടിൽ, അതിന് ജന്മി പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന പെണ്ണിനെയും കൂട്ടി കാര്യസ്ഥം ചെല്ലണം. ഇതായിരുന്നല്ലോ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള പൊതുസ്ഥിതി. ആ നിലയിൽ അതിനെ തട്ടിമാറ്റാൻ, എന്റെ ഭാര്യയെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല, പറഞ്ഞേക്കില്ല എന്ന് പറയാനുള്ള ആർജവം അന്ന് ഈ കേരളത്തില് ഒരു കോരന്റെ മകനും ഉണ്ടായിരുന്നില്ല. ആ കോരന്റെ മകന് ശക്തി പറയുന്നത് അങ്ങനെ വരില്ല എന്ന് പറയാനുള്ള ആർജവം കൊടുത്തിട്ടുള്ളത് ഈ കേരളത്തിലെ കർഷക പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കർഷക സംഘം പെരിങ്ങളം വില്ലേജ് പ്രസിഡന്റ് KP രമേശൻ മാസ്റ്റർ പതാക ഉയർത്തി. വില്ലേജ് സെക്രട്ടറി ETK ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KM സുനിലൻ രക്തസാക്ഷി പ്രമേയവും KP രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. PP ജാബിർ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ RM അബ്ദുറഹ്മാൻ, P സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിച്ചു. ഭാരവാഹികളായി KP രമേശിന് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി K കുമാരൻ, N ശ്രീധരൻ, സെക്രട്ടറിയായി ETK ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായി KK വിജയൻ, AK ശോഭന, ട്രഷററായി PP ജാബിർ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ
കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി, വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE, ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ഒളവിലം സഫ്തർ ഹാഷ്മി വായനശാലയിൽ വായനാ പക്ഷാചരണം ഉദ്ഘാടനവും PN പണിക്കർ അനുസ്മരണവും അനുമോദനവും നടത്തി. ഗ്രന്ഥകാരനും നാടക പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ TK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒളവിലം സഫ്തർ ഹാഷ്മി വായനശാലയിൽ വായനാ പക്ഷാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഗ്രന്ഥകാരനും നാടക പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ TK അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PN പണിക്കരുടെ ചരമദിനം നമ്മൾ വായനാദിനമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കൊണ്ടാടുകയാണ്. ഒരുപക്ഷെ ഇന്ന് സ്കൂളുകളിൽ, വായനശാലകളിൽ ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമാവുകയാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വലിയ രീതിയിലുള്ളൊരു സാംസ്കാരിക പ്രവർത്തനം നടത്തിയത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരുപക്ഷെ പണിക്കർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി BA മലയാളം പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച KM അഹല്യയെ ചടങ്ങിൽ ആദരിച്ചു. KM ശശിധരൻ അധ്യക്ഷനായി. TT വേണുഗോപാൽ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P സാജു വായന പക്ഷാചരണ പരിപാടികൾ വിശദീകരിച്ചു. PK അരുണൻ സ്വാഗതവും MK രാകേഷ് ബാബു നന്ദിയും പറഞ്ഞു. ജൂലൈ 5-ന് LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗം എന്നിവർക്കായി വായനാദിന ക്യൂസ് മത്സരം, ബഷീർ അനുസ്മരണം, പുസ്തക പ്രദർശനം, പുസ്തക പയറ്റ് എന്നിവയും ജൂലൈ 6-ന് വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും തുണിസഞ്ചി വിതരണം എന്നിങ്ങനെ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ചുണ്ടങ്ങാപ്പൊയിൽ യങ് സ്റ്റാർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചുണ്ടങ്ങാപ്പൊയിൽ യങ് സ്റ്റാർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
PP സനിൽ ആദരായനം നിർവഹിച്ചു. എല്ലാ മക്കൾക്കും ഇതിനേക്കാൾ മികച്ച വിജയം അവരുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ C. അഭിനന്ദ്, TT ഋതിക, TK ഷസിയ, അഷിമ എന്നിവരെയാണ് ആദരിച്ചത്. യങ് സ്റ്റാർ സാംസ്കാരിക വേദി പ്രസിഡന്റ് V. ഷിജു അധ്യക്ഷനായി. സെക്രട്ടറി P. പ്രമോദ് സ്വാഗതവും N. ശൈലേഷ് നന്ദിയും പറഞ്ഞു. കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ് പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 50ാം പ്രഭാഷണം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TM ദിനേശൻ പ്രഭാഷണം നടത്തി. കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 50 ആണ്ട് എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗം TM ദിനേശൻ പ്രഭാഷണം നടത്തി. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഒരു അവസ്ഥയാണ് നമ്മളിന്ന് അടിയന്തരാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ വേദനാജനകമായ ഒട്ടേറെ അനുഭവങ്ങൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പിന്നീട് ചലച്ചിത്രമായും കവിതകളായും സാഹിത്യ നോവൽ ഉൾപ്പെടെയുള്ള രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. അന്താരാഷ്ട്ര കാൻ ഫെസ്റ്റിവലിൽ അവിടുത്തെ ഏറ്റവും ഉന്നതമായ അവാർഡ് കരസ്ഥമാക്കിയ ഷാജിയൻ കരുണിൻ്റെ ആദ്യത്തെ ചിത്രമായ പിറവി, അദ്ദേഹം അങ്ങനെ സമ്മതിക്കുന്നില്ലെങ്കിലും അടിയന്തരാവസ്ഥയിൽ മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെ അന്വേഷണത്തെയാണ് കാണിക്കുന്നത്. പിറവി എന്നാണ് ആ സിനിമയുടെ പേര്. നിരവധിയായ പുരസ്കാരങ്ങൾ നേടി ലോകം മുഴുവൻ അതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ സിനിമ വളർന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഒരു ചരിത്രം പുതിയ തലമുറ, ഇവിടെ ഇപ്പോൾ പുതിയ തലമുറ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. എല്ലായിടത്തും തന്നെയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TK ഷാജി അധ്യക്ഷനായി. AKG ക്ലബ് പ്രസിഡന്റ് M. വത്സൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സിനിമ പ്രദർശനവും അരങ്ങേറി. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സഹകരണത്തോടെ പാലത്തായി UP സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെയും പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. ആയുർവേദ മരുന്നുകൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് മരുന്നുകൾ നമ്മുടെ പൂർവികന്മാർ കൈമാറി വന്നു. നമ്മുടെ പുതിയ തലമുറക്ക് അന്യം നിന്നുപോയ ഒരു ചികിത്സാ രീതി, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ചിട്ടയെ, ജീവിത ക്രമങ്ങളെ, ജീവിത ശൈലികളെ ഒക്കെ നമ്മുടെ തിരക്കിനിടയിലേക്ക് നമ്മൾ മറന്നുപോയപ്പോൾ പണ്ട് കണ്ട ആളുകളെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആയുർവേദം കൊണ്ട് അവരുടെ ശരീരഘടനകളും അവരുടെ ജീവിത ശൈലികളും ഒക്കെ അത് ഒരു പ്രത്യേക രീതിയിൽ അവർ പഠിച്ച, അവർ പാലിച്ച, അവർ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു തലമുറ പോയി എന്നത് സത്യമാണ്. വാർഡ് കൗൺസിലർ പ്രീത അശോക് അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV സീതു ക്യാമ്പ് വിശദീകരണം നടത്തി. ഡോക്ടർ ജ്യോതി ജേക്കബിന്റെ നേതൃത്വത്തിൽ സ്ത്രീരോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സയും നടന്നു. ബേബി നിഷയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസും പ്രദർശനവും നടന്നു. സൗജന്യ മരുന്ന് വിതരണവും നടത്തി. TK അശോകൻ മാസ്റ്റർ സ്വാഗതവും എബി നന്ദിയും പറഞ്ഞു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മെഗാ ക്വിസ് പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ P. മനോഹരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ക്വിസ് പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ P. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. K. അച്യുതൻ അധ്യക്ഷനായി. രജത് ചന്ദ്ര, VV ആനന്ദകൃഷ്ണൻ, രജിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്മ വായന സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി പുസ്തകാസ്വാദനവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. കോടിയേരി ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്മ വായന കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി പുസ്തകാസ്വാദനവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. ദ്വിജ ഉദ്ഘാടനം ചെയ്തു. വായനശാല വനിതാവേദി പ്രസിഡന്റ് ഗീത ടീച്ചർ അധ്യക്ഷയായി. സെക്രട്ടറി സി പ്രസീത, ഷിബിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ വിജയാരവം പരിപാടി സംഘടിപ്പിച്ചു. പാനൂർ കണ്ണംവള്ളി LP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം. ലോക സംഗീത ദിനത്തിലാണ് മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ വിജയാരവം പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കൊറോണ കാലത്ത് മ്യൂസിക് ലവേഴ്സ് അണിയിച്ചൊരുക്കിയ പ്ലീസ് ബി സീരിയസ് എന്ന ഹ്രസ്വചിത്രത്തിന് സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ മികച്ച ഹെൽത്ത് അവയർനെസ് അവാർഡ് ലഭിച്ചതിന്റെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായാണ് വിജയാരവം പരിപാടി ഒരുക്കിയത്. പ്ലീസ് ബി സീരിയസിലെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ഇവർക്കുള്ള ഉപഹാരങ്ങൾ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ചടങ്ങിൽ വിതരണം ചെയ്തു. ജീവിതങ്ങളിലെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മളതൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇതുപോലെയാണ്. ഞാനിപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ ഭാണ്ഡക്കെട്ടുകളെല്ലാം ഞാൻ പുറത്തു വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറി വന്നത്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ സുന്ദരമായ ഒരുപാട് അനുഭവങ്ങൾ, സുന്ദരമായ ഒരുപാട് നിമിഷങ്ങൾ, സ്വാർത്ഥതയില്ലാത്ത, സ്നേഹിക്കാൻ അറിയുന്ന, നിങ്ങളുടെ പേര് പോലെ തന്നെ ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരുപാട് ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഇതിനകത്തിരിക്കുന്നത്. മറ്റൊന്നുമില്ലാതെ
അങ്ങനെ ഈ തിരക്കിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ചുരുക്കം ചില ആളുകളാണ്. നിങ്ങൾക്കിങ്ങനെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്നു എങ്കിൽ അതുതന്നെയാണ് നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്ന സന്ദേശം. എനിക്ക് തോന്നുന്നു പാനൂർ കണ്ണമ്പള്ളി LP സ്കൂൾ ഹാളിലാണ് വിജയാരവം പരിപാടി ഒരുക്കിയത്. സജീവ് ഒദ്യോത്ത് അധ്യക്ഷനായി. രാജേന്ദ്രൻ തായാട്ട് സ്വാഗതം പറഞ്ഞു. യാക്കൂബ് എലാങ്കോട്, അജയൻ പാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കോടിയേരി സൗത്ത് വില്ലേജ് സമ്മേളനം പാറാൽ തെരുവിൽ നടന്നു. കർഷക സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കോടിയേരി സൗത്ത് വില്ലേജ് സമ്മേളനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജമ്മി കുടിയേറ്റ അവസ്ഥ നോക്കുകയാണ്. പാവപ്പെട്ട കർഷകർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചങ്ങമ്പുഴയുടെയും ഒട്ടേറെ കവികളുടെയും പഴയ കവിതകൾ, വാഴക്കുല പോലുള്ള കവിതകൾ നിങ്ങൾക്കറിയാം. ആ കവിതകളെല്ലാം പറയുന്നതാണ്, നമ്മൾ കർഷകർ കഷ്ടപ്പെട്ട് പാടത്ത് കൃഷി വിളയെടുക്കാറാവുമ്പോൾ മുതലാളിയും ജമ്മിയും വന്ന് കയറുപോ പുറത്ത് എന്ന് പറഞ്ഞ് അവൻ ആ വിളകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദാരുണമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷമാണ്. രാജീവ് കുമാർ അധ്യക്ഷനായി. വില്ലേജ് സെക്രട്ടറി C ദാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. MV ജയരാജൻ, NM പ്രജിത്ത്, അശ്വിൻ എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് 6-ാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് എടുത്തു. ഡോക്ടർ വീണ A ഹർഷൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളിൽ ഒരു എന്താ പറയുക, ഈ ഒരു അഡോളസെന്റ് ഏജ് എന്നൊക്കെ പറയില്ലേ, 10 മുതൽ 19 വയസ്സ് വരെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചുകളൊക്കെ വരുന്ന ഒരു പീരീഡാണ്. അപ്പോൾ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം കൂടുതലുണ്ടാവാം. അത് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് ഏതാ ചീത്ത ഏതാന്നൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിനിൽ ഒരു ഏരിയ ഉണ്ട്. എവിടെയാണെന്നറിയോ? നമ്മുടെ തലച്ചോറിന്റെ ഫ്രണ്ട് ഭാഗം. ശരി ഏത് തെറ്റ് ഏത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ ആ ഒരു ഏരിയ കുട്ടികളിൽ അത്രയ്ക്ക് അങ്ങ് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. ഒരു 20-23 വയസ്സൊക്കെ ആകുമ്പോഴാണ് അതിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പൊ അവർക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്, നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അത് മാത്രമല്ല, മുതിർന്ന ആളുകളെ പോലെ ഇതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു അളവിൽ നമുക്ക് നിർത്തണം എന്നുള്ളത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. PK രവീന്ദ്രൻ ഗുരുക്കൾ അധ്യക്ഷനായി. രജീഷ് ഗുരുക്കൾ, ആദിഷ് R ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു.
പ്രമുഖ ഗാന്ധിയനും ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗവുമായിരുന്ന VK ഭാസ്കരൻ മാസ്റ്ററെ ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ കമ്മിറ്റിയുടെയും കവിയൂർ ശ്രീനാരായണ മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. കവിയൂർ ശ്രീനാരായണ മഠത്തിലാണ് അനുസ്മരണം നടന്നത്. പ്രമുഖ ഗാന്ധിയനും ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗവുമായിരുന്ന VK ഭാസ്കരൻ മാസ്റ്ററെ ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ കമ്മിറ്റിയുടെയും കവിയൂർ ശ്രീനാരായണ മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ മാസ്റ്റർ അധ്യക്ഷനായി. സ്വാമി പ്രേമാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് വിവിധ മഠങ്ങളെ വേണ്ട വിധത്തിൽ നല്ല ധാർമ്മിക പ്രചരണത്തിനായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും നിതാന്ത ജാഗ്രത പാലിച്ചു. വാൽമീകി രാമായണം, ഖുർആൻ, ബൈബിൾ, ധർമ്മപദം, ചില ഉപനിഷത്തുക്കൾ, അതോടൊപ്പം നിരവധി ഗ്രന്ഥ രചനകൾ യേശുവിൻ്റെയും നബിയുടെയും ബുദ്ധൻ്റെയും എല്ലാം ജീവചരിത്രങ്ങളെ കാവ്യാത്മകമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗ്രന്ഥ രചനകൾ CB രാജൻ മാസ്റ്റർ, വാർഡംഗം BM റീത്ത, PK ഗൗരി ടീച്ചർ, KP ദയാനന്ദൻ മാസ്റ്റർ, CT അജയ്കുമാർ, VP ഭാർഗവൻ, N ഭാസ്കരൻ മാസ്റ്റർ, ചന്ദ്രശേഖരൻ കാഞ്ഞിരത്തിൻ കീഴിൽ, പ്രദീപ് കുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ സ്വാഗതവും P ബാലൻ നന്ദിയും പറഞ്ഞു. അഴിയൂർ കല്ലാമലിയിലെ യുവ കൂട്ടായ്മ സെറാംബി ബോയ്സിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പന്തിനു പുറകെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സെറാംബി പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മോന്താൽ ടർഫിലാണ് മത്സരം നടന്നത്. അഴിയൂർ കല്ലാമലയിലെ യുവ കൂട്ടായ്മയായ സെറാംബി ബോയ്സിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ പന്തിന് പിറകെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സെറാംബി പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചത്. സെറാംബി പ്രീമിയർ ഫുട്ബോൾ ലീഗ് ZBL അരങ്ങേറിയത് മോന്താൽ ടർഫിലാണ്. സബക്ത ക്രോ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P അബ്ദുൽ അസീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഫുട്ബോൾ മാമാങ്കം, ഒരു ടൂർണമെന്റിനെ ഇങ്ങനെ സംഘടിപ്പിച്ച, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ സംഘാടകർക്ക് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇന്ന് നമ്മളെ കുട്ടികളെല്ലാം ചെറുപ്പക്കാരും വലുതായാലും എല്ലാ കുട്ടികളും ഇന്ന് പല ഇതിലും ഡ്രഗ്സിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ സിന്തറ്റിക് ഡ്രഗ്സ് ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്നത്തെ പുതിയ തലമുറ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഇങ്ങനെയുള്ള ഒരു സ്പോർട്സ് അത് സംഘടിപ്പിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കണം ആദ്യമായിട്ട്. തുടർന്ന് അദ്ദേഹം കളിക്കാരെ പരിചയപ്പെട്ടു. PK സിറാജ് അധ്യക്ഷനായി. K നൌഫൽ സ്വാഗതം പറഞ്ഞു. CP ഇസ്മയിൽ, C സജ്ഫീർ, PK റാഷിദ്, സജീർ സഫ, KP സമീർ, സമീർ സ്പോർട്ടീവ്, KK മഷൂദ്, ഹർഷാദ് ഷർഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 6 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. അത്യന്തം ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ AI മിലാസ് FC CP സ്ട്രൈക്കേഴ്സിനെ 3-1 പരാജയപ്പെടുത്തി ZPL ആദ്യ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. Voice of Kalamala. ധർമ്മടം ലയൺസ് ക്ലബ് 2025-26 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പാലയാട് NTTF അസാബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് 318 ഈ ഫസ്റ്റ് വൈസ് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് MJF സ്ഥാനാരോഹണം നടത്തി ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് 318 ഈ ഫസ്റ്റ് വൈസ് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് MJF സ്ഥാനാരോഹണം നടത്തി. അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹത്തിന്റെ എഫേർട്ടൊക്കെ ഇതിനുവേണ്ടി ഈ ക്ലബിന്റെ പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തും ആവശ്യമായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അവസരം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നേരിടുന്ന ഒട്ടേറെ വെല്ലുവിളികൾ, അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല
ലീഡേഴ്സ് ഉണ്ടായി എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പരിമിതികൾക്ക് അത്രയും നിന്നുകൊണ്ട് തന്നെ പ്രായത്തിലൊക്കെ അതൊന്നും വകവെക്കാതെ ഈ കമ്മിറ്റിയിലെ മുഴുവൻ മെമ്പർമാരോടൊപ്പം നിന്ന് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിനുണ്ടായി. അത് കൃത്യമായി അദ്ദേഹത്തിന് ചെയ്തു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സെക്രട്ടറി ശീലമാനും അതേപോലെ കർക്കശനാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോ അതിലൊരു കാർക്കശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുള്ളൂ. ഫിനാൻഷ്യൽ മാറ്ററും നമ്മുടെ അക്കൗണ്ട് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്യൂസ് കളക്ട് ചെയ്യുക, അത് റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ട്രഷറർ ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു റിപ്പോർട്ട് നമുക്ക് കേൾക്കുകയുണ്ടായി. അപ്പൊ ഒന്നുകൂടെ ഒരു കൈയ്യടി കൊടുക്കുന്നത് ഒന്നുകൂടെ നമുക്ക് കൈയ്യടി കൊടുക്കാം. കാരണം അത് ശീലമൻ അത് കൃത്യമായി തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക മാത്രമല്ല അത് റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് അത് അറിയുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള PR നൽകിയിട്ട് മാത്രമേ ലാൻഡ് പ്രസ്ഥാനം എന്താണ് ചെയ്യുന്നത് അറിയുള്ളൂ. ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. എരഞ്ഞോളി ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളായ പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു. റീജിയണൽ ചെയർപേഴ്സൺമാരായ ലയൺ സുദേശ് PP, ലയൺ MC രാഗേഷ്, വൈസ് പ്രസിഡന്റ് ലയൺ അയ്യപ്പൻ, ലയൺ അന്നമ്മ കുര്യൻ, KN ഉമ, CM ഷീജ, PJ കുര്യൻ, TM ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ലയൺ അന്നമ്മ കുര്യൻ, സെക്രട്ടറിയായി CM ഷീജ, ട്രഷററായി PJ കുര്യൻ, വൈസ് പ്രസിഡന്റുമാരായി R അയ്യപ്പൻ, VK മനോജ്, ജോയിന്റ് സെക്രട്ടറിയായി N പ്രകാശൻ എന്നിവരും ചുമതലയേറ്റു. ഇനി ആ സ്ഥാനം ഒരിക്കലും അതായത് ലൈഫിൽ ഉൾപ്പെടുത്തിയ അപ്പൊ ആ 2 കാലഘട്ടവും കഴിഞ്ഞ ഒരു അവസ്ഥ പറയുന്നത് ഇത്രയും കാലത്തെ സേവനത്തിന് ഞാൻ കൃതാർത്ഥനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നോട് ഏത് ക്ലബിന്റെ മെമ്പർമാരായിക്കാനും പ്രസിഡന്റുമാരായിക്കാനും എല്ലാം കാണിക്കുന്ന സ്നേഹവും എല്ലാം വളരെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ളതാണ്. ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവരോട് സംബന്ധിച്ചത്. എൻ്റെ കുടുംബത്തിൽ ഫാമിലിയിലുള്ള മെമ്പർ പോലത്തെ ഞാൻ ഓരോ ആളെയും ഞാൻ കാണാനുള്ളതും അവരെന്നെ കാണാനുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നേരത്തെ നമ്മുടെ കൈകസാർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നവർ ഡയറക്ടർമാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ബോധപൂർവം വിട്ടതല്ല. അതിൽ പറയുന്ന എല്ലാ പാത്രമാരും നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഉള്ള ആൾക്കാരെല്ലാം നമ്മുടെ ബോർഡിന്റെ മെമ്പേഴ്സാണെന്നുള്ള കണ്ടെത്തില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനകീയ വിഷയങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ UDF ചർച്ച ചെയ്തതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിലമ്പൂരിലെ പരാജയത്തിൽ നിന്നും CPM-ഉം സർക്കാരും പാഠം പഠിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ്. തലശ്ശേരി സെറ്റിനറി പാർക്ക് ഓണത്തിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. പ്രവൃത്തി നടക്കുന്നത് 2.2 കോടി രൂപ ചിലവിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.